അതാണ് ഏത് വീട്ടിലും രാവിലെ ജപിച്ചാൽ തലേ ദിവസം നമ്മൾ എന്ത് പാപം ചെയ്താലും എന്ത് നേരെ നമ്മൾ അരുതാത്ത് ചിന്തിച്ചാലും, ചെയ്യണമെന്നില്ല, ചിന്തിച്ചാൽ മതി. വൈകുന്നേരം പകൽ നേരം നമ്മൾ ചെയ്തിച്ച പാപങ്ങൾ, ചിന്തിച്ച കാര്യങ്ങൾ, അതിൻ്റെ ദോഷങ്ങളൊക്കെ തീരും. അപ്പോൾ രോഗങ്ങൾ ഇല്ലാതായിട്ട് തീരുക. അതേപോലെ നമുക്ക് സർവാഭീഷ്ടങ്ങളും സാധിക്കുക, എല്ലാ ദോഷങ്ങളും ഇല്ലാതെയായിട്ട് തീരുക എന്നാണ് പറയാം. ഓം നമോ നാരായണായ. സാധാരണ ഗതിയിൽ എല്ലാവർക്കും പരിചിതമായിരിക്കുന്ന ഒന്നാണ് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം നേരെ പറഞ്ഞു കൊടുത്തതാരാണ്? ഏത് നാമത്തിനും നേരെ ഒരാൾ ഉപദേശിക്കുന്ന രൂപത്തിലാണ് പറയുക. അപ്പോൾ ഭീഷ്മപിതാമഹനാണ് വിഷ്ണു സഹസ്രനാമം നേരെ ധർമ്മപുത്രർക്ക് ഉപദേശിച്ച് കൊടുത്തത്. അപ്പോൾ ധർമ്മപുത്രർക്ക് വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് അത് ധർമ്മപുത്രരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരുന്നു? ധർമ്മപുത്ര ചോദിച്ചു, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നേരെ പറഞ്ഞു, കിമേതം ദൈവതം ശ്രേഷ്ഠം എന്നാണ് ചോദിച്ചത്. ഏതൊരു ദേവനാണോ ശ്രേഷ്ഠനായിട്ട് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് അത് സാക്ഷാൽ വിഷ്ണുവാണ്, മഹാവിഷ്ണുവാണ് എന്ന് ഭീഷ്മപിതാമഹൻ പറഞ്ഞു. എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നാമസഹസ്രേണ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് നേരെ വിഷ്ണു സഹസ്രനാമം, അപ്പോൾ നേരെ ഭീഷ്മർ ശരശയ്യെ കടന്നുകൊണ്ട് ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് വിഷ്ണു സഹസ്രനാമം എന്നാണ് പറയുന്നത്. അതാണ് വിഷ്ണു സഹസ്രനാമം. അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷ്മരാണ്. അതേപോലെ അതിൻ്റെ ദേവത മഹാവിഷ്ണുവാണ്. അതിൻ്റെ വൃത്തം എന്ന് പറഞ്ഞാൽ ഛന്ദസ് അനുഷ്ടുപ്പാണ്. അപ്പോൾ അതിൻ്റെ പ്രാഥമിക ഭാഗമാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് നേരെ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഈ ഭീഷ്മപിതാമഹൻ്റെ മുമ്പിലേക്ക് വരുന്നത്. അതുവരെ നിരവധി ധർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പോൾ ധാരാളം ധർമ്മങ്ങൾ, നേരെ ദാനധർമ്മം, പിതൃധർമ്മം, അതേപോലെ സ്ത്രീധർമ്മം, ഇതെല്ലാ ധർമ്മങ്ങൾക്കും ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ അതെല്ലാം ഉപദേശിച്ചു കൊടുത്ത ശേഷമാണ് അവസാനമാണ് ഉപദേശങ്ങളുടെ സമാപനമായിട്ടാണ് വിഷ്ണു സഹസ്രനാമം നേരെ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതുവരെ ഭഗവാൻ അതിൻ്റെ ഈ ധർമ്മപുത്രരുടെ പുറകിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ അത് കേട്ടു രസിച്ച് അതുകൊണ്ടാണ് നേരെ ഭീഷ്മരുടെ മുമ്പിൽ വന്ന് ഭീഷ്മർക്ക് മോക്ഷം കൊടുത്തതെന്നാണ്. അപ്പം അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത നേരെ ശ്രവണ മാഹാത്മ്യം ഉള്ളതാണ് എന്നാണ് പറയും. അപ്പോൾ ഏത് നാമത്തിനായാലും ശ്രവണ മാഹാത്മ്യം എന്നൊരു സംഗതിയുണ്ട്. അതായത് ഏതൊരു ദേവതയാണോ നമ്മൾ ഉപാസിക്കുന്നത്, ഏതൊരു ദേവതയാണോ നമ്മൾ നേരെ സ്തുതിക്കുന്നത്, ആ ദേവൻ അത് കേൾക്കണം എന്നാണ്. കേട്ട് സന്തോഷിച്ചാൽ അതിന് പ്രാധാന്യം കൊടുക്കും. ഇപ്പോൾ ലളിതാ സഹസ്രനാമത്തിന് പശിന്യാദി വാഗ്ദേവതമാരാണ് നേരെ പറഞ്ഞ് ജപിച്ചത്. അത് ലളിതാ പരമേശ്വരി കേട്ട് സന്തോഷിച്ചു. അതാണ് അതിന് പ്രാധാന്യം. അപ്പോൾ വിഷ്ണുവിനെക്കുറിച്ചുള്ള നിരവധി സഹസ്രനാമങ്ങളുണ്ടെങ്കിൽ പോലും വിഷ്ണു സഹസ്രനാമത്തിന് പ്രാധാന്യം വരാൻ കാരണം ഭഗവാൻ വിഷ്ണു അത് കേട്ടത് കൊണ്ടാണെന്നാണ്. അതേപോലെ നാരായണീയം ഗുരുവായൂരപ്പൻ കേട്ട് സന്തോഷിച്ചപ്പോൾ നാരായണത്തിന് പ്രാധാന്യമായി. ഇതേമറിച്ച് ഭട്ടതിരിപ്പാട് കുറേയധികം തന്നെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അവസാനം മേൽപ്പത്തൂരിൻ്റെ നേരെ ഭക്തി ശതകം എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ദേവിയെ ആരാധിക്കുന്നതായിരിക്കുന്ന ഗ്രന്ഥമാണ് മുക്കോലയിൽ വെച്ച് എഴുതിയിരിക്കുന്നത്. ഭക്തി സംവർദ്ധക സ്തോത്രം എന്നാണ് പറയുക. ഭക്തി സംവർദ്ധക സ്തോത്രം. ഇപ്പോൾ 100 ശ്ലോകങ്ങളാണത്. പക്ഷെ അതിനൊന്നും പ്രാധാന്യമില്ല. കാരണം അത് കേട്ടിട്ടില്ല ദേവീന്നാണ്. അപ്പോൾ ഭഗവാൻ അത് കേട്ടത് കൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിന് ശ്രവണ മഹാത്മ്യം എന്നൊരു ഗുണം നേരെ ഉള്ളത്. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ ക്ഷിപ്രമായിരിക്കുന്ന ഫലം കിട്ടും. 10 ജപിച്ചാൽ രോഗങ്ങളൊക്കെ മാറും എന്ന് പറയാനുള്ള കാരണം. അതിൻ്റെ ഫലശ്രുതിയിൽ അങ്ങനെയാണ് പറയുക. അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭഗവാന്റെ 1000 നാമങ്ങളാണ് നേരെ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ധ്യാനം പറയുന്നുണ്ട്. നിരവധി ധ്യാനങ്ങളുണ്ട്.
അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ സശങ്കചക്രം സകിരീടകുണ്ടലം, എപ്പോഴും ലളിതമായിട്ട് ആളുകൾക്ക് പറയാൻ കഴിയുന്നത് സശങ്കചക്രം സകിരീടകുണ്ടലം എന്നുള്ള നാമമാണ്. അപ്പോൾ അത് നേരെ ആ ചക്രവും കുണ്ടലങ്ങളുമായി നിൽക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ഭാവമാണ്. അതാണ് സശങ്കചക്രം സകിരീടകുണ്ടലം സവീതവസ്ത്രം സരസീരുവക്ഷരം സാരവക്ഷസ്ഥല ശോഭികോസ്വം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം എന്ന് പറഞ്ഞുള്ള ധ്യാനമാണ് ഏറ്റവും എളുപ്പമുള്ളത്. അല്ലാതെ ക്ഷീരോധന്വൽ പ്രദേയോ എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് വളരെ പഠിക്കാൻ പ്രയാസമുള്ളതാണ്. അപ്പോൾ ആ ധ്യാനം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാമങ്ങളാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 1000 നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങളൊക്കെ ഇല്ലാതായിട്ട് തീരും. അപ്പോൾ രോഗങ്ങൾ ഇല്ലാതായിട്ട് തീരുക, അതേപോലെ നമുക്ക് സർവാഭീഷ്ടങ്ങളും സാധിക്കുക, എല്ലാ ദോഷങ്ങളും ഇല്ലാതെയായിട്ട് തീരുക എന്നാണ് പറയുക. പ്രത്യേകിച്ച് ഭഗവാന്റെ 1000 നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ സർവദോഷങ്ങളും ഇല്ലാതായിട്ട് തീരും. അപ്പോൾ ഏത് പൂജയുടെ അവസാനത്തിലും ഏത് കർമ്മത്തിൻ്റെ അവസാനത്തിലും വിഷ്ണു സഹസ്രനാമം ജപിക്കണം എന്നാണ് പറയുക. അപ്പോൾ അത് സാധാരണഗതിക്ക് ഭഗവാന്റെ നാമസങ്കീർത്തനം കേട്ട് കഴിഞ്ഞാൽ സർവദോഷങ്ങളും തീരാനായിട്ട്, അതായത് ഈ ഒരു കർമ്മം നമ്മൾ ചെയ്താൽ നേരെ അതിൽ ഈ ഛിദ്രമുണ്ടാവുമെന്നാണ് പറയുക, ദോഷമുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു പൂജ നടത്തി കഴിഞ്ഞാൽ നേരെ ഗണപതി ഹോമമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വേറെ ഏത് ഹോമമാണെങ്കിൽ പോലും, മൃത്യുഞ്ജയാണെങ്കിൽ പോലും അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ദോഷം അതിലുണ്ടാകാമെന്നാണ്. അപ്പോൾ മൃത്യുഞ്ജയ ഹോമം നമ്മൾ നടത്തുമ്പോൾ നേരെ അതിൽ ഉള്ളതായിരിക്കുന്ന ഓരോ ദ്രവ്യങ്ങൾ വേണം. അപ്പോൾ ആ ദ്രവ്യങ്ങൾ ഇങ്ങനെ സമർപ്പിച്ചു കൊണ്ടിരിക്കണം. സുദർശന ഹോമം ചെയ്തു കഴിയുമ്പോൾ സുദർശന മന്ത്രവും അതിൽ ചെറിയ കടലാടി വലിയ കടലാടി, അപ്പോൾ ചെറിയ കടലാടിക്ക് പകരം വലിയ കടലാടി ഉണ്ടാവും, അല്ലെങ്കിൽ നേരെ ഓരോ പുല്ലുകളുണ്ട്, അതിന് പകരം നേരെ മാറിപ്പോയി എന്ന് വരാം. അപ്പോൾ അതിൽ നേരെ ഓരോ ഭാഗങ്ങളുണ്ട്, ഓരോരോ ചെറിയ കമ്പുകളുണ്ട്. അപ്പോൾ കടലാടി തുടങ്ങിയിരിക്കുന്ന ആ കമ്പുകളുണ്ട്, അതേപോലെയുള്ളതായിരിക്കുന്ന ചമത, വന്നിച്ചമത ചിലപ്പോൾ കിട്ടിയില്ല വരും. അപ്പോൾ സാധാരണഗതിയിൽ നേരെ വന്നിച്ചമതയ്ക്ക് പകരം ഏതെങ്കിലുമൊക്കെ തന്നെ മരത്തിൻ്റെ കഷ്ണമൊക്കെ മുറിച്ചിടുന്ന ആൾക്കാരുണ്ട്. കാരണം കടകളിൽ അതേ കിട്ടുകയുള്ളൂ, വന്നിച്ചമത കിട്ടണമെന്നില്ല, അപൂർവമാണ്. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, യജ്ഞഛിദ്രം വന്നു എന്നാണ്. അപ്പോൾ യജ്ഞഛിദ്രം വന്നാൽ എന്ത് വേണം, നാമസങ്കീർത്തനം തവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ നാമങ്ങളെ കീർത്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ നാമത്തെ കീർത്തിക്കുന്നതാണ് 1000 നാമങ്ങളെ കൊണ്ട് വിഷ്ണു ഭഗവാനെ കീർത്തിച്ചു കഴിഞ്ഞാൽ നേരെ ഈ ചെയ്ത കർമ്മങ്ങളുടെ ദോഷങ്ങളൊക്കെ തീരും എന്ന് പറയണം. അതാണ് ഏത് കാര്യങ്ങളിലും രാവിലെ വിഷ്ണു സഹസ്രനാമത്തോടുകൂടി ചെയ്യാം. രാവിലെ കിടക്കണ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജപിച്ച് കിടക്കാനും. രാത്രി കിടക്കുമ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കാമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. വിഷ്ണു സർവത്ര സർവ്വതയാണ്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ വിഷ്ണു സഹസ്രനാമം നമ്മൾ ചെയ്ത് കിടന്നാൽ അന്നത്തെ ദിവസം നമ്മൾ ചെയ്തതായിരിക്കുന്ന ദുഷ്കർമ്മങ്ങളുണ്ടാവും. നമ്മുടെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ചെയ്ത കാര്യങ്ങളുണ്ടാവും. ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ അതേപോലെ നമ്മൾ അറിയാതെ ഏതെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദോഷവും വൈകുന്നേരം വിഷ്ണു സഹസ്രനാമം ചൊല്ലി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദോഷങ്ങളൊക്കെ തീർന്നു എന്നാണ് സകല്പം. അതാണ് നമ്മുടെ നിത്യജീവിതത്തിൽ വിഷ്ണു സഹസ്രനാമത്തിന് പ്രാധാന്യം വരാൻ കാരണം അതാണ്. അതേപോലെ നിത്യപൂജാവേളയിലും അപ്പോൾ അതൊക്കെ തന്നെ വിഷ്ണു സഹസ്രനാമം ആവശ്യമാണ്. അപ്പോൾ അതാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ വിഷ്ണു സഹസ്രനാമം നേരെ ഒന്നിച്ച് ചെല്ലാൻ സാധിക്കാത്തവർക്ക് ഭഗവാന്റെ 1000 നാമങ്ങൾ 100 നാമങ്ങളായിട്ട് 10 തവണയായിട്ട് ചെല്ലുന്നതിലും വിരോധമൊന്നുമില്ല. പക്ഷേ ഭഗവാന്റെ ഒരു നാമം ജപിച്ചാൽ പോലും അതിന് പ്രാധാന്യമാണ്. അതാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഒന്നുകിൽ നമ്മൾ രാവിലെ ചെല്ലാം. കാരണം രാവിലെ ചെല്ലു കഴിഞ്ഞാൽ രാത്രികൃത പാപങ്ങളുണ്ടാവും. നമ്മൾ രാത്രി ആണല്ലോ ആളുകൾ പൊതുവെ മദ്യപാനം, മാംസഭക്ഷണം, അഗമ്യാഗമനം ഇങ്ങനെയുള്ള പാപങ്ങൾ രാത്രി കാലങ്ങളിലൊക്കെ നടക്കും. അത് സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ രാത്രികൃതമായിരിക്കുന്ന രാത്രിയിൽ ചെയ്ത പാപങ്ങളൊക്കെ നശിക്കും. വൈകുന്നേരം ജപിച്ചു കഴിഞ്ഞാൽ പകൽ ചെയ്ത പാപങ്ങളൊക്കെ നശിക്കും. അതാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ടാണ് നിത്യജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ്. അതിന് നിയമങ്ങളോ ദിവസങ്ങളോ കാലങ്ങളോ ഒന്നുമില്ല. രാവിലെ ജപിക്കാം, രാത്രിയും ജപിക്കാം.
അപ്പോൾ ഉദ്ദിഷ്ടമാകും. ഭഗവാന്റെ 1000 നാമങ്ങളെ ചൊല്ലുമ്പോൾ ഭഗവാന്റെ 1000 നാമങ്ങളെ കൊണ്ടുകഴിഞ്ഞാൽ സർവ ഈ ലോകം മുഴുവൻ തന്നെ അതിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് തുടക്കമേ തന്നെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ആദ്യം എന്താ പറയുക? ഓം വിശ്വം വിഷ്ണുഹു എന്നാണ് പറയുക. വഷത്കാര എന്നാണ് തുടങ്ങുക. അപ്പോൾ വിശ്വം വിഷ്ണുഹു എന്നാണ് മാത്രം മതി എന്നാണ്. കാരണം വിശ്വം വിഷ്ണുഹു, അപ്പോൾ ഈ ലോകം മുഴുവൻ വിഷ്ണുഹു വെച്ചാൽ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ നിറഞ്ഞിരിക്കുന്ന വിഷ്ണുവിനെയാണ് ആരാധിക്കുന്നത്. അതാണ് വിശ്വം വിഷ്ണുഹു എന്ന് തുടങ്ങാനുള്ള കാരണം. അപ്പോൾ ഈ ലോകത്തിൽ എല്ലായിടത്തും വിഷ്ണുവുണ്ട്. നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമ്മുടെ രോമകൂപങ്ങളിലുണ്ട്, നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങളിലുണ്ട്, നമ്മുടെ വീടിൻ്റെ അടുക്കളയിലുണ്ട്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതാണ് വിഷ്ണു. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലായിടത്തും ഉള്ളതായിരിക്കുന്ന വിഷ്ണുവിനെ ആരാധിക്കുമ്പോൾ സർവ്വദോഷങ്ങളും തീരും. അതാണ് ഏത് വീട്ടിലും രാവിലെ ജപിച്ചാൽ തലേ ദിവസം നമ്മൾ എന്ത് പാപം ചെയ്താലും എന്ത് നേരെ നമ്മൾ അരുതാത്ത് ചിന്തിച്ചാലും, ചെയ്യണമെന്നില്ല, ചിന്തിച്ചാൽ മതി. വൈകുന്നേരം പകൽ നേരം നമ്മൾ ചെയ്തിച്ച പാപങ്ങളും ചിന്തിച്ച കാര്യങ്ങളും അതിൻ്റെ ദോഷങ്ങളൊക്കെ തീരും. അപ്പോൾ വീടിന് ഐശ്വര്യമുണ്ടാകും. അതാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത. കഴിയുന്നതും രാവിലെയും നമ്മൾ രാത്രിയും ചൊല്ലുന്നതാണ് ഉത്തമം എന്നാണ് സഹസ്രനാമത്തെക്കുറിച്ച് പറയുക.